ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റിൽ നമ്മളെ ഒരു അയൺ ഫാം ഉണ്ടാക്കിയായിരുന്നു. അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഗൈസ് ഇത്. അതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ഇതാക്കി വെച്ചു. കാരണം രാവിലെ ആണോ, എപ്പോഴും രാത്രിയാണ്. ഓക്കെ, സന്ധ്യ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ അവിടെ ഗ്രാവല് എടുക്കട്ടെ. ഞാൻ ഗ്രാവല് മാറ്റിയിട്ട് സ്റ്റോണ് എടുക്കാൻ വേണ്ടി ചെയ്യാണ്. കാരണം ഇവിടെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കും. പക്ഷേ സ്റ്റോണിനകത്ത് പ്രശ്നമില്ല. കാരണം സ്റ്റോണ് അടിപൊളിയാണ്. കാരണം സ്റ്റോണിന് സൗണ്ടില്ല, സൗണ്ട് പ്രശ്നമില്ല. പിന്നെ വുഡി നടക്കുമ്പോൾ ചെറിയ ശബ്ദമുണ്ട്. പക്ഷേ ഗ്രാസിലും ഗ്രാവലും നടക്കുമ്പോൾ ഒരുമാതിരത്തുള്ള ശബ്ദങ്ങൾ നമ്മൾ ഇത്രയും വെച്ചു. ഇനി നമുക്ക് വേണം ഗൈസ് സ്റ്റോണില്ല. സ്റ്റോണിൻ്റെ ആവശ്യം വേറെ ഇല്ലാത്തില്ല. ഇതെടുത്തു ഗൈസ്. സ്റ്റോണിൻ്റെ ഒരു സാധനമാണിത്. തീരാറായി. ഗൈസ്, എല്ലാം കഴിച്ച് പണി കഴിഞ്ഞു. ഇനി നമുക്ക് നടക്കുമ്പോൾ ശബ്ദം നോക്കാം. സൗണ്ട് കുറച്ചിട്ടേക്കായിരുന്നു. എന്താ ശബ്ദമില്ല. ഇനി നമുക്ക് നമ്മുടെ ഫാം എന്താണെന്ന് നോക്കാം. മുമ്പ് ഇതെടുത്ത് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇനി തുറന്നു. വീട്ടിൻ്റെ ഫ്രണ്ട് പൊട്ടിത്തെറിച്ചടേ. എന്തുവത്? ഇത്രയും പൊട്ടി. എന്തായാലും മുട്ടിരിപ്പുണ്ട്. കേബലുണ്ട്. രാവിലെ വെച്ചിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് വെക്കാം. നമ്മുടെ വീട് ഓൾറെഡി രാവിലെ വെച്ചിട്ടാണ്. ഈ സൈഡിൽ ഫുൾ നമുക്ക് രാവിലെ വയ്ക്കാം. ഇവിടെ ഡോറ് അല്ലേ, ഡബിൾ ഡോറ് വെക്കാം. കാരണം നമ്മളെ കുതിരയ്ക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഡബിൾ ഡോറ്. ഉറച്ചു. എല്ലാ സെറ്റ്. ഈ ഡോറിൻ്റെ കൂടെ കുറവല്ല, 3 ഡോറുണ്ട്. ഡോറുണ്ടാക്കാൻ എന്തൊക്കെയാണ്? 3 ഡോറാക്കി. ഇവിടെ അവിടെ മുകളിൽ പൊട്ടിക്കളയുക. കാരണം നമ്മൾ ഇതുവഴിയാണ് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അടുത്ത പരിപാടി ആക്സ് ഇല്ല. ബട്ട് നമ്മളിപ്പോൾ ഡയമണ്ട് ആക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മറ്റേ വീഡിയോ കണ്ടതല്ലേ, ഡയമണ്ട് ഇതുപോലെ മോബ് ഒരു ഡയമണ്ട് വെച്ച് അടിച്ചു. ഡയമണ്ട് ആക്സ് ഉണ്ട്. ടോർച്ച് 2 സൈഡ്.
ഇതൊരെണ്ണം നമുക്ക് ആവശ്യമുണ്ട്. കാരണം കാണുന്നവിടെ വാളാണ്. ഡോറ് തുറക്കുന്നു, കയറുന്നു, കുതിര എടുക്കുന്നു, തിരിയുന്നു, ഒട്ടിച്ച്. ഓക്കെ സെറ്റ്. കേരള സ്റ്റെപ്പ് വെച്ച് കയറാൻ പറ്റും. ഓക്കെ സ്റ്റെപ്പായി. ഇപ്പം പോയി നമ്മുടെ ഫാം നോക്കിട്ട് വരാം. എൻ്റെ വില്ലേജിൽ മാത്രം എന്താ പറയുക, ഞാൻ ഒരു വില്ലേജിൽ റെയ്ഡും ഒന്നുമില്ല. അയ്യോ 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 വില്ലേജ് ഇറക്കുന്നേ പണി കിട്ടി. സെറ്റിൻ്റെ പണി കിട്ടി. സെറ്റിൻ്റെ അല്ല, വയനാടിൻ്റെ പണി. ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. അയ്യോ എല്ലാം ഓക്കെ ഒക്കെയാണ്. ബട്ട് സോംബി വച്ച് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ബട്ട് എൻ്റെ സ്ഥലം പൊട്ടി. ഇതിനകത്ത് 5 വില്ലേജറിനെ കാണാനില്ല. അവരിറങ്ങി ഓടിക്കാം. നമുക്ക് അവരെ കൊണ്ടുവന്നിടാം. ഞാൻ പോയി ഒരു ബോട്ട് ഉണ്ടാക്കിട്ട്. ഒന്നാമത് ഇവിടെ വില്ലേജർ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ബോട്ടുന്നുണ്ട്. ബോട്ട് 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 ഇല്ല, നമുക്ക് മറ്റില്ല സാധനം ഉണ്ടാക്കാം. അത് ഇച്ചിരി ഉപകാരമാണ്. ഇതൊരു 2 പണിയാണ്. ഇനി നമുക്കൊരു 4 ഉള്ളതാണ്. ഇതെങ്ങനെ സോംബി അറ്റാക്ക് ചെയ്തു? സോംബി എൻ്റെ ദേഹത്ത് ഒരു തുള്ളി ആർമറില്ല. തുള്ളി ആർമർ, എൻ്റെ ആർമർ എൻ്റെ പോയി. ലാ 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 ലാ. നമ്മൾ പുതിയ ചലഞ്ചായിട്ട് വരും ഗൈസ്. പുതിയ ഓരോരോ ചലഞ്ചായിട്ട് ഞാൻ വരും. സ്റ്റെപ്പ് ഇറങ്ങാം. അയ്യോ കയറാത്ത കയറുക. സ്റ്റെപ്പ് കയറുന്നില്ല, അതിനുള്ള സ്റ്റെപ്പ് കയറാല്ല. സ്റ്റെപ്പ് ഇറങ്ങുന്നില്ല. സ്റ്റെപ്പ് ഇറങ്ങാനാണ്. ഞാൻ കുടിക്കാൻ തിന്നൂടെ. ട്രേഡർ വെച്ചായി. ട്രേഡർ വെച്ചെൻ്റെ ലാഭ. എന്താണ് അച്ഛന്മാരെ ഓടുന്നത്? അച്ഛന്മാരെ ഞാൻ ഹാക്കറല്ല കേട്ടോ, ട്രേഡറാ. ചുമ്മാ അല്ല എല്ലാവരും പരിചയം ഓടിയത്. നൈറ്റായി ഗൈസ്, എല്ലാവരും ഓടി. അയ്യോ ഞാൻ സർവൈവലാ. ഓട് 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 ഓട്. അയ്യോ ഞാൻ പണ്ട് ക്രിയേറ്റീവ് ഒക്കെ ആയിരുന്നു ഗൈസ് കളിക്കുന്നത്.
അതിൻ്റെ ഓർമ്മയാണെങ്കിൽ നിന്നു ഓട് 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 1000 സ്റ്റെപ്പും പണിത് വെച്ച് കയറാനും പറ്റത്തില്ല. ഒരൊറ്റ സമയത്ത് ഓക്കെ ഒത്തിരി കഴിഞ്ഞിട്ട് പണി കിട്ടിയില്ല. ഇനിയും താഴ്ത്തു ഞാൻ വെക്കാൻ നേരത്തെ കൈസ്. ഞാൻ വിചാരിച്ചു എന്നെ കണ്ട് പേടിച്ചിട്ടാണ്. പൊട്ടടാ 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 വേടേ 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 പൊട്ട് പൊട്ട് പൊട്ട്. ക്രീപ്പർ പൊട്ടിയ ചെറിയ ഗൈസ് എന്ത് വെച്ചിട്ട് അയ്യോ അയ്യോ എൻ്റെ ഹാർട്ട്. അയ്യോ ഗൈസ് നീ എൻ്റെ ബോട്ടിൽ നിന്ന് മര്യാദ ഇതിനെ പോവാ. ബോട്ടില് ഇത് ഹായ് കില്ലിയാണ് വെച്ചാൽ പക്ഷേ നമുക്കിനി വെള്ളത്തിൽ ഇറങ്ങാം. വെള്ളത്തിൽ ഇറങ്ങി നോക്കാം ശിവനെ കിട്ടുന്നുണ്ട്. എൻ്റെ അയൻകോളം വച്ചേ അച്ഛേ ഞാൻ ഉണ്ടാക്കിയിട്ടതാ ഗൈസ്. അച്ഛൻ്റെ കയ്യിൽ അയണില്ലയോ? അച്ഛനൊക്കെ ഒന്ന് കയ്യിലൊക്കെ ആ തോന്നുന്നു. കൊള്ളാവോ? കടലൊക്കെ ആദ്യമായിട്ടിരിക്കേ. സോറി ലൈസൻസ് ഇല്ല. പറ്റുന്നില്ല. പഴയ പണി ചെയ്തിരിക്കുക. പാർക്കൂർ അടിക്കുക. ഇവിടെയുള്ള ഈ പച്ച സാധനം എല്ലാം ഇന്ന് പറിച്ചു പാർക്കൂർ അടിക്കുക. പത്തെണ്ണം ഉണ്ട്. 10 വെച്ച് രക്ഷപ്പെടാൻ പറ്റൂല കടലിൽ നിന്നിട്ട്. ആരാണോ കൊട്ടിയത്? അയ്യോ 2 എണ്ണം കൂട്ടിപ്പോയി. ഗൈസ് കയറാനും പറ്റുന്നില്ല. ഗൈസ് ഞാനേ ഈ വീഡിയോ എന്തായിരുന്നു ചെയ്യാറുള്ളത്? അയ്യോ 2 എണ്ണം പൊട്ടിപ്പോ. 1 പൊട്ടിച്ചാൽ 2 എണ്ണം. അയ്യോ അവിടെ വെച്ചു. അയ്യോ ഒരു വലിയ ചാട്ടമായിപ്പോ. എത്ര പോയത് കാലത്ത് ഇനി വില്ലേജറിനെ കൊണ്ടുവരാം ഗൈസ്. നമുക്ക് പോയി ഞാൻ പോയി വില്ലേജറിനെ കൊണ്ടുവരട്ടെ ഗൈസ്. അപ്പം ഗൈസ് ഞാൻ വില്ലേജറിനെ നിറച്ചപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ 14 കൊബിൾ സ്റ്റോൺ കൊടുത്താൽ ഈ ഗ്ലോയിങ് ഇത് തരാമെന്ന് പറഞ്ഞു. ഗ്ലോയിങ് സ്റ്റോൺ ഞാൻ 14 ഇത് കൊടുത്തത് ആ വെച്ചിരിക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ. അത് ഞാൻ ഇട്ടു. പിന്നെ ഇതൊക്കെ നിറച്ച് സെറ്റായി. അമ്മമാർ അയൺ ഗോളത്തിന് ഉണ്ടാക്കുമ്പോൾ അയൺ ഗോളം പൊങ്ങി വരും. അയൺ ഗോളം പൊങ്ങി വന്ന് ഇങ്ങനെ അടിക്കുന്നത്. അയൺ ഗോളത്തിന് തിരിച്ച് വരുന്നതനുസരിച്ച് അയൺ ഗോളം തിരിച്ച് പോകുന്നതനുസരിച്ച് കത്തിക്കൊണ്ടിരിക്കും. അയ്യോ 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 എൻ്റെ ഗ്ലോയിങ് സ്റ്റിക്ക്. അയ്യോ
ഗ്ലോയിങ് സ്റ്റോൺ അയ്യോ പോയത്. ഈ ഗ്ലോയിങ് സ്റ്റോൺ വെച്ച് നമുക്കൊരു ആർട്ട് ഉണ്ടാക്കാം. ബട്ട് ഗ്ലോയിങ് സ്റ്റോൺ എനിക്കൊന്ന് ഗ്ലോ ആവുമെന്ന് തോന്നുന്നു. ഈ ഒരു പേര് നമുക്ക് നമ്മുടെ പശുക്കുഞ്ഞുങ്ങളൊക്കെ കുറേ ഉണ്ട്. നമുക്ക് ആഡ് കിട്ടണം. പക്ഷെ ഈ ഒരു ഏരിയയിൽ ആട് കുറവാണ്. നമുക്ക് എവിടെ ഒരു നിരന്ന ഏരിയ കുഴപ്പമില്ല. ഈ ഹാർട്ട് പതിയെ നൈസാവും പറ്റുമോ? അപ്പോൾ മാറാം നമുക്ക്. അപ്പോൾ അയ്യോ ഗ്ലോയിങ് സ്റ്റോൺ ഇതെന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ 64 ഇതില്ലേ, അത് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കിയിട്ടേ എനിക്കൊരു ഐഡിയ കിട്ടി. നമുക്കേ നേരത്തെ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ഉണ്ടാക്കാൻ പറ്റുമോ? 4 ഒരു ഗ്ലോയിങ് സ്റ്റോണിന് 4 ഓ 5 പൊട്ടിക്കുക പൊട്ടിക്കുക എടുക്കുക എടുക്കുക ഇവിടെ വയ്ക്കുക. ഗ്ലോയിങ് സ്റ്റോൺ ഉണ്ട്. എന്ത് അയ്യോ എടാ ഇവ അങ്ങനെ പുറത്തു വന്നു. അയ്യോ ഞാൻ അകത്തൂടെ വെച്ചല്ലേ, ചുമ്മാ അല്ല കാരണം. അയ്യോ ഞാൻ അകത്തൂടെ വെച്ച്. അയ്യോ ഇവ പുറത്തോട്ടിറങ്ങും. കുഴപ്പമില്ലടാ മക്കളെ. നിനക്ക് അയ്യോ നിനക്കും വേണ്ടേ ഒരു ഒരു സന്തോഷം. അതുകൊണ്ട് ഞാനും ഇവിടെ വച്ചേക്കാം. നീ പുറത്തോട്ടിറങ്ങി, എനിക്ക് കുഴപ്പമില്ല. വെളിയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വരണം, അത്രയേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങിയാൽ തിരിച്ചറിഞ്ഞ് വരണം. ഞാൻ അങ്ങനെ പറയാം. വെളിയിൽ ഇറങ്ങല്ലേ റൈറ്റാ. ആണ്ടേ റൈറ്റ്. റൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫാം നോക്കാം. എന്തായോ എന്തോ ഫാമൊക്കെ സെറ്റാണില്ലയോ. അതിനകത്തൊരു കൊച്ചു കുരുപ്പുണ്ട്. എങ്ങനെ കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കൊണ്ടുവന്ന് 5 ഇട്ട് കവർ ചെയ്യാൻ നേരം ഞാൻ കണ്ട്. എനിക്ക് അതിനകത്ത് കൂട്ടത്തിൽ വരുന്നവൻ്റെ ഇതാണെങ്കിൽ നമ്മുടെ വില്ലേജിൻ്റെ നടുക്കിൽ നമുക്ക് വെച്ചു. നടുക്കില്ല വില്ലേജിൽ ഈ ഒരു ഇല്ല. നമുക്ക് ഇവിടെ വെക്കാം. ഇതൊരു വലിയ ചാടിയല്ല. വെള്ളക്കുഴി കൊള്ളല്ലേ. വേറെ പോടാ. നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഏത് ഇവിടെ ഇവിടെ വേണ്ട. ഇവിടെ ഈ ഒരു എന്തുടാ ഞാൻ ഒരു വലിയൊരു ഏരിയ ഉണ്ടാക്കുന്നു. ഒരു 7 ബ്ലോക്ക്. 1 2 3 4 5 6 7 ഉണ്ട്. 6 7 മക്കളെ കണ്ട് മേടിക്കില്ല. 1 2 3 വയ്ക്കും. മതിയോ ഇതൊരു ഐക്കോണിക് ലുക്ക്. ഒരു അടി
ഗൈസ് കിളിയല്ലേ. ഇവിടെ നമ്മൾ ഒരു ലെറ്റർ എഴുതാൻ പോവാം. എൻ്റെ ലെറ്റർ ഇല്ലാവൂടെ നമ്മളെ എൻ്റെ ലെറ്റർ. അയ്യോ അയ്യോ എട്ടിൻ്റെ പണി കിട്ടി. 2 പേരാ. അല്ല വെച്ചാലേ എടുത്തിട്ട് പോവാ. പൂച്ച അവൾ ഒട്ടിയിരിക്കുക. ഒരു ഐഡിയ ഉണ്ട്, സാഡിലിടാം പൂച്ചയുടെ സാഡല്ല ലെഡ്. ഞാൻ ചുമന്തെടുക്കാനാണ് ലെഡടിക്കാനുള്ള ലെഡ്. എന്ത് ഗൈസ്? വെർ ഇസ് മൈ ലെഡ്? ലെഡ് ഇരിപ്പുണ്ടായിരുന്നില്ല. ലെഡ് എന്ത് ചെയ്യും? ലെഡ് എന്ത് ഗൈസ്? ലെഡ് ഇരിപ്പുണ്ടായിരുന്നു. ലെഡ് അയ്യോ അതും പോയാ. കളയാൻ ഇനി എനിക്കൊന്നും ഇല്ല, എല്ലാം കളഞ്ഞു. പൂച്ചയും പോയി. അമ്മാരും ചത്തുപോകും. ഞാൻ അവിടെ എന്താ ഉണ്ടാക്കാനായിട്ടിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലെറ്റർ അവിടെ പണിയാൻ വേണ്ടിയിട്ടിരുന്നത്. നൈറ്റ് ആകുമ്പോൾ അത് കിടന്ന് തളങ്ങും. എൻ്റെ കാരണം എൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു പേര് സോറി വെച്ചേ മാറിക്ക. എൻ്റെ സുബ്രു അയ്യോ എൻ്റെ കുതിര ചത്ത. ഞാൻ അവളെ കുഴപ്പമില്ല, നമുക്ക് വേറെ എടുക്കാം. ചെറിയ വിഷമമുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ ഫസ്റ്റ് പാർട്ട് തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് തൊട്ടാണ് സെക്കൻഡ് പാർട്ട് തൊട്ട്. നമുക്ക് ബ്ലാക്ക്, എൻ്റെ ഫേവറേറ്റ് കളർ വൈറ്റ് ആണ്. നമുക്ക് വൈറ്റ് ആണ്, നമുക്ക് ബ്ലാക്കിനടിക്കും. ബ്ലാക്ക് വൈറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. ഭയം എടുക്കണം. ഇനി നീയാണ് എൻ്റെ പുതിയ പടക്കുതിര. പടക്കുതിര കൂട്ടര് ഇത് പടക്കുതിര. ഫ്ലോയങ്ങ് പോയി, പാട്ടിൻ്റെ ഫ്ലോയങ്ങ്. എന്ത് അറിഞ്ഞൂടെ? ഇവിടെ പരത്തുപ്പൂടാ. ഇതാണ് നിന്റെ ന്യൂ ഹോം. ഇഷ്ടം പോലെ ഫുഡ് തരുന്നത്. ഫുഡ് ഓക്കെ വെയിറ്റ്, I have an idea. ഞാൻ അങ്ങോട്ട് പോരെ, തുറന്നു വരും. ഫുഡാ അത് കാണാൻ പറ്റും. അത് നീ ഏതാ ഹേബൽ വെച്ചിട്ട് നമുക്ക് മറ്റേ ഇതുണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഏത് പറ്റുമോ? ഇത് വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. പറ്റുന്ന 30 ബ്രെഡ്. കൊള്ളാലോ. അങ്ങനെ ബ്രെഡ് മതി നമുക്കിത് തിന്നെ. ഫുഡായി. വേറെ ഫുഡ് കഴിച്ചു. ഒത്തിരിയും ഫുഡുണ്ട് നമ്മുടെ കയ്യിൽ.
30 ഉണ്ട്. നമുക്ക് കയറിക്കുന്നു. 11 തോലും അവിടെ ഇപ്പോൾ ഉണ്ട്. അവൻ മിക്കവാറും ഇറങ്ങി വരും. ഇത് ഞാൻ തന്നെ വെച്ചതാണ്. എന്താണ് എന്തോ മാറ്റുക. ഇത് അങ്ങനെ കാണുന്നുണ്ട്. അവിടെ ഇരിക്കുന്നു. ഇതിനെ കൊണ്ടുവന്ന് കെട്ടാം. വേണ്ടിയോ നമ്മുടെ ലെറ്റർ എഴുതാം. ഏതാ ഏരിയ ഏതാ സ്ഥലം? ആ എൻ്റെ ഇല്ല. ഇവിടെ വെച്ച് എൻ്റെ ലെറ്റർ എനിക്ക് എന്തോ ഒരു ഭംഗിക്കുറവുണ്ട്. ചാടിപ്പോ ചാടിപ്പോ. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇനി എനിക്ക് വയ്യ. തിരിച്ച് ഇങ്ങോട്ട് വരണം, തിരിച്ച് അങ്ങോട്ട് പോകണം, തിരിച്ച് ഇങ്ങോട്ട് വരണം, തിരിച്ച് അങ്ങോട്ട് പോകണം. അങ്ങനെ കുറേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ടിരിക്കട്ടെ ഞാൻ പൊട്ടിക്കുന്നു. ഇങ്ങനെ കയറി ഇത് ബെഡും പോയുണ്ടായിരുന്നു. ഭയങ്കര രാത്രി. ചത്താപ്പണിയാ ചറിഞ്ഞ ഗസ്. നമ്മള് രാവിലെ എണീറ്റത് എന്നൊരു ഇത് നൽകാം. ഇതാണ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വരും. അച്ഛൻ അതില്ല. എന്ത് ഞാൻ താഴെ വീട് കിടക്കുന്നു. ലുക്ക് ഈ ഒരു ലുക്കും കൊള്ളൂല. എല്ലാമേ പൊട്ടിച്ചു. എനിക്കൊരു ഐഡിയ കിട്ടിയ ചുമതനെ എന്ന് കാത്തു.
എനിക്ക് വേണ്ട രീതിക്ക് ഇനിയാണ് ജേഷന്റെ ബുദ്ധി. എനിക്ക് തുള്ളി ഹെൽത്താണ് ജേഷ്. എൻ്റെ ഫാം ഉണ്ട് ജേഷ്. ഇതിൽ ബക്കറ്റ് ഉണ്ടല്ലോ, വേഗം പോയി ബക്കറ്റ് ഇടാം. തിരിച്ച് വലിയൊരു സിദ്ധർ കിട്ടും. നല്ല അനുസരണമുള്ള കുതിര കേട്ടോ. തിരിച്ചു കയറിപ്പോ ഞാനും തിരിച്ചു കയറിപ്പോ. കഴിച്ചോ ബ്രെഡ് കഴിച്ചപ്പോൾ പെട്ടെന്ന് ഇത് ഇനി വേണം ഇപ്പോഴത്തെ വേണം. വേറെന്തെങ്കിലും ആയാലും പ്രശ്നമൊന്നും ഇല്ലല്ലേ. എൻ്റെ ഏത് വയ്യ വയ്യ. അൻസറിനാല് കുതിര കേട്ടോ. ഞാൻ ഇപ്പോൾ മേടിച്ച് വന്നു തിരിച്ചു കയറിപ്പോയി. ഇവിടെ അവർ തിരിച്ചു കയറിപ്പോയി. ഇല്ല, ഇതിന് ബക്കറ്റില്ല. ബക്കറ്റും പോയി. ഉണ്ട്. ആകെയുള്ള കുറച്ച് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. എൻ്റെ കയ്യിലുള്ള അത് വെച്ചിട്ട് ഞാനൊരു ഡയമണ്ട് വെച്ചിട്ട് ഞാനൊരു ഡയമണ്ട് ആക്സ് ഉണ്ടാക്കി. ഡേറ്റ് വയ്ക്കാം. ഡേറ്റ് അത്രയ്ക്ക് ഇത് മോശക്കാരനല്ലല്ലോ. ഡേറ്റ് വെച്ചിട്ട് എനിക്ക് വുഡ് വെച്ചിട്ടാണ് കേസിനകത്ത്. വുഡ് സ്റ്റോണൊക്കെയാണ് ഇതിനകത്ത് മെയിൻ പണിക്കാരന്മാർ. വുഡ് സ്റ്റോൺ അയൺ കഴിഞ്ഞാൽ ഡയമണ്ട്. പേടിപ്പിക്കാനായിട്ട് അവൻ പർപ്പിൾ ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് ഞാൻ വിളിച്ചത് ചേച്ചി. ഇവൻ ട്രേഡ് ചെയ്തില്ല. ട്രേഡില്ല. ചെടിയുടെ കാലം രാത്രി ഇതുപോലെ തളർന്നു. അപ്പം എനിക്ക് കിട്ടുന്നൊരു സുഖം. നമുക്ക് താഴെ പോയി ഇടലല്ലേ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. ഗൈസ്, ഇത്ര നമ്മളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമുക്കൊന്ന് വീട്ടിൽ വരെ പോയിട്ട് ബാക്കി പറയാം. കയറി വേഗം വീഡിയോ നിർത്താനുള്ള ഒത്തിരി ടൈമല്ലേ. എന്തായാലും ഞാൻ ഇത്രയും ടൈം വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. 34 മിനിറ്റ്. എൻ്റെ സ്റ്റേറ്റിൻ്റെ ഏരിയ ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ വരുമ്പോൾ ബൈ, ടേക്ക് കെയർ.